ഹലോ ലെൻസ് വ്ളോഗ്സ് മനാഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കൊള്ളിസ്റ്റ് ഉണ്ടാക്കിയാലോ. നല്ല നാടൻ കൊള്ളി കിട്ടും കേട്ടോ. കൊള്ളി കൊണ്ട് നുറുക്കുക, നന്നായി നുറുക്കി വെച്ച് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് കുക്കറിലിട്ട് ഒരു 2-3 വിസിലടിക്കും. കൊള്ളി വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക, കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് വേപ്പിനും എടുക്കുക കേട്ടോ. എന്നിട്ട് വറ്റൽമുളക് ആദ്യമാണ് ക്രഷ് ചെയ്യുക. ക്രഷ് ചെയ്തതിന് ശേഷം ചെറുള്ളി ഇട്ടിട്ട് നന്നായി വീണ്ടും ക്രഷ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ടാണ്ട് മിക്സ് ചെയ്ത സാധനമില്ലേ, അപ്പോൾ അതിന് കൊള്ളി വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. കൊള്ളി അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഉപ്പിട്ട് വേവിച്ചോളൂ കേട്ടോ. ഞാനത് പറയാൻ മറന്നുപോയി. എന്നിട്ട് ഒരു ഫ്രൈ പാൻ എടുക്കുക. ഫ്രൈ പാൻ എടുത്തതിന് ശേഷം ചൂടാക്കിയ ശേഷം നല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ചെറിയ ഉള്ളിയും വറ്റൽമുളകും അതുപോലെ കുറച്ച് വേപ്പിലിട്ടിട്ട് നന്നായി കൊണ്ട് മൊരിച്ചെടുക്കുക. നല്ലോണം മൊരിഞ്ഞോട്ടോ. എന്നിട്ട് അതിലേക്ക് കൊള്ളി അങ്ങോട്ട് ഇടുക. കൊള്ളി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു നല്ലൊരു മണം അങ്ങോട്ട് വരും. ഈ കാണുന്ന പോലെ കൊള്ളി നന്നായി വെന്തോട്ടോ. അപ്പോൾ അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൊള്ളി സ്റ്റൂ റെഡി ആയിട്ടോ. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്കത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കൊള്ളി സ്റ്റൂ റെഡി കേട്ടോ. തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൊള്ളി സ്റ്റൂ എന്ന് പറയും, അല്ലെങ്കിൽ കൊള്ളി കുത്തിക്കാച്ചി എന്ന് പറയും. ഇത് നമുക്ക് രാവിലെ ദോശയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. ചട്നിയും കൂടിയൊക്കെ ഉണ്ട്, നാളെ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. വൈകുന്നേരങ്ങളിൽ എന്താ പറയുക, സുലൈമാനി കട്ടൻ ചായ, അതായത് കട്ടൻ ചായ കൂട്ടി കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ കഴിക്കണമെന്ന്. ഇങ്ങനെ എടുക്കുക, നോക്കിയാൽ ആ മുളകും ഉള്ളിയുടെ ഒക്കെ ആ ഒരു ഇത് വരും, നല്ല മണം ഉണ്ടാവും. വെളിച്ചെണ്ണയിൽ നമ്മൾ ചെയ്യണം കേട്ടോ. വാ, സൂപ്പറാട്ടാ. ഞാൻ വെക്കുന്നുണ്ട് പറഞ്ഞല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.